പോലെ ഇരിക്കാതെ എനിക്ക് അല്പം മോട്ടിവേഷൻ താ. ഇതുള്ള സമയത്ത് ഞാൻ നിനക്കൊന്നൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. അത് തന്നെങ്കിലും കാണിക്കടി. നിന്നെ സഹായിക്കണം എന്നുണ്ട്, പക്ഷേ എന്റെ ബ്രെയിൻ എന്നെ സമ്മതിക്കുന്നില്ല. അതുപോലല്ല തൊള്ളെന്നെ വലിച്ചീറി വിട്ടത്. എന്റെ ദൈവമേ, ആ സോനു മാഡത്തിന്റെ ക്യാബിനിൽ കയറിയിട്ട് 1/2 മണിക്കൂറെ ജീവനോടെ ഉണ്ടോ ആവും. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കയറാനായിട്ട്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല. നിനക്ക് കിട്ടാനുള്ളത് നീ പോയി മേടിച്ചിട്ട് വാ. അപ്പോഴത്തേക്ക് എൻ്റെ ബ്രെയിൻ പഴയ പോലെ ആവുകയാണെങ്കിൽ വേണ്ട മോട്ടിവേഷൻ ഞാൻ അപ്പം തരാം. എന്റെ ദൈവമേ, മുജ്ജന്മ പാപങ്ങളെല്ലാം ഈ തെറിവിളിയിലൂടെ ഒന്ന് തീർത്തു തരണേ. ഒരു ഓഫീസ് ആവുമ്പോ ഈ ചെറിയ പഴമൊക്കെ ഒന്ന് കണ്ടില്ലാന്ന് വെച്ചിടാ പെണ്ണും പുള്ളിക്ക്. കുറ്റം കണ്ടുപിടിക്കാൻ ഇത്ര ശുഷ്കാന്തിയുള്ള ഒരാൾക്ക് നല്ലത് ചെയ്താ അത് നല്ലതാന്ന് പറയാനുള്ള മനസ്സ് ഇതുവരെ കാണിച്ചിട്ടില്ല. വൃത്തികെട്ട തള്ള. എന്റെ ചുവട്ടിലേക്ക് ഒന്ന് നോക്കിയേ. എന്താ ചൂടാ നിന്റെ ചെവിക്ക്? ചോര ഒന്ന് നോക്കിയേ. അമ്മാതിരി തെറിവിടില്ല മേഡത്തിൽ നിന്ന് കേട്ടെ. അല്ല, എന്തെങ്ങനെ ഇരിക്കണേ? ചെല്ല്, നിന്നെ കാത്തിരിക്കുന്നുണ്ട്. കാലമാടാ മനുഷ്യനൊരു കണക്കിന് എങ്ങനെ ഇരിക്കുന്നത്? ടെൻഷൻ അടുപ്പിക്കില്ലേടാ. ചെല്ല്. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ബാക്കി ഉണ്ടെങ്കിൽ കാണാവേ. എന്റെ പൊന്നെ. മാഡത്തിന്റെ തെറിവിളി ആദ്യമൊക്കെ ഞാൻ കേട്ടു നിന്നെങ്കിലും പിന്നീട് എന്റെ പുതർച്ച കൊണ്ട് മാറി. എന്റെ നിപ്പ് കണ്ടിട്ട് മാഡം തന്നെ വായടിച്ചു പോയിന്നേ. എന്നെ ഇങ്ങനെ പെട്ടെന്ന് തളർത്താൻ പറ്റില്ല എന്ന് മാഡം വിചാരിച്ചേ കാണും. ഓഹോ, എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും മാഡം ഉണ്ടായിരുന്നത്. വളരെ തമാശ കൂടുന്നുണ്ട് കേട്ടാ. എന്നോട് ഒരു ഇഷ്ടം തോന്നില്ലേ? ഞാനാണെങ്കിൽ ഇങ്ങനെ സ്നേഹം വാരിക്കോരി തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അയ്യോ വേണ്ടേ, നിന്റെ സ്നേഹം വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് അവർക്ക് കോരിയോ കോരാതോ എങ്ങനെ വേണേലും കൊടുത്തോ. എന്നെ വിട്ടേക്ക്. കണ്ടറങ്ങ ഈ തളക്ക് എന്നെ തെറി വിളിച്ചതുവരെ മതിയായില്ല ദൈവമേ. ഇന്ന് ഞാൻ ആരാണാവോ കണി കണ്ടത്? ഈ പടപണ്ടാര ഓഫീസിൽ നമ്മൾ 3 പേരും മാത്രം ഉള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. മര്യാദയ്ക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടത്താൻ പോലും ഇവിടെ ആരുമില്ല. എല്ലാ പണിയും കൂടെ നമ്മുടെ തലയിൽ തന്നെ കെട്ടിവെച്ചേക്കുക. സത്യം, ആദ്യം അവർക്ക് ഒരു പേഴ്സണൽ സെക്രട്ടറി റിക്രൂട്ട് ചെയ്യണം. പിന്നെ നമ്മൾ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതിയല്ലോ. ബാക്കി തെറികളൊക്കെ അവര് കേട്ടോളൂ അല്ലേ. അതിനാ കാലമടത്തിയോട് ആര് ചെന്ന് പറയാനാ? അതിനാർക്കുണ്ട് ഇവിടെ ധൈര്യം? ശരി. അതെ, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട. എന്നോട് ആജ്ഞാപിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ മേഡം, ഞാൻ ആജ്ഞാപിച്ചതല്ല, അപേക്ഷിച്ചതാണ്. ഒരാളെയും കൂടി ഹയർ ചെയ്തുകൂടെന്ന് ചോദിച്ചിട്ട്. ഷട്ടപ്പ്. ഇവിടെ ഒരു ഇല അനങ്ങണമെങ്കിൽ കൂടെ അത് ഞാൻ തീരുമാനം എടുത്തിട്ടായിരിക്കണം. ഐ ഡോണ്ട് വാണ്ട് എനിബഡീസ് റെക്കമെൻഡേഷൻസ്. കേട്ടല്ലോ? ഓക്കെ, സോറി മാഡം, എന്റെ വോയിസ് മോഡുലേഷൻ തെറ്റിദ്ധരിച്ചായിരിക്കും. ഇനി ഞാൻ ആവർത്തിക്കൂല. തന്നെ ഏൽപ്പിച്ച പ്രൊജക്ടിന്റെ അപ്ഡേഷൻ താൻ ഇതുവരെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. രാവിലെ ഇതേ കാര്യത്തിനല്ലേ എന്റെ വായന ആവശ്യത്തിൽ കൂടുതൽ കേട്ടെടുത്താൻ പോയത്. പിന്നെ എന്തിനാ എരന്ന് വാങ്ങാൻ വേണ്ടി കയറി വരുന്നേ? ഇതൊക്കെ ഒരു രസമല്ല മേഡം. രാവിലെ തന്നെ 2 ചീത്ത കേട്ടാലേ പണിയെടുക്കാൻ ഒരു ഊർജ്ജമുള്ളൂ. ഞാൻ ഇതിന് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. ഞാൻ പോയിട്ട് മറ്റേ ഫയൽ റെഡി ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുത്തെ പോകുന്നത് കൊള്ളാം. ഇന്ന് വൈകുന്നേരം തന്നിരിക്കുന്ന പ്രൊജക്ടിന്റെ അപ്ഡേറ്റഡ് ഡീറ്റെയിൽസ് എന്റെ ടേബിളിൽ എനിക്ക് കിട്ടിയിരിക്കണം. ഇപ്പൊ കിട്ടും, അപ്ഡേറ്റ് ചെയ്ത് തരാം. ഇപ്പൊ വരെ. എന്റെ ഡാഡിനെ പറഞ്ഞാൽ മതിയല്ലോ. കുറെ കഴുതകളെ ജോലിക്ക് പറഞ്ഞു വിട്ടോളും. അനുഭവിക്കുന്ന മുഴുവൻ ഞാനും. എന്നാലും സോനിന് എന്തൊരു ധൈര്യമാ. ഒറ്റയ്ക്ക് പോയി ആലിസ് മാഡത്തിനോട് പോയി സംസാരിച്ചില്ലേ? ശരിയാടി, ഞാനും ഞെട്ടി. അവൻ പോയ കാര്യം കൂടി സാധിച്ചിട്ടാണ് വരുന്നെങ്കിൽ അവന് ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് ഞാൻ അവൻ എന്തെങ്കിലും ട്രീറ്റ് കൊടുക്കും. അങ്ങനെ അത് നമുക്കൊരു ഗ്രാൻഡ് ട്രീറ്റ് തന്നെ കൊടുക്കാം. ഞാൻ ശരിടാ. വീട്ടിലുള്ള യോഗമൊന്നും എനിക്കില്ല മക്കളെ. മേഡം ഉണ്ടല്ലോ, അതുകൊണ്ട് വെട്ടിയിരിക്കുന്നത്. അതിനകത്ത് പ്രാന്താണ്. ആരെങ്കിലും തലക്കിട്ട് കയറിയാ മതിയല്ലോ. പ്രാന്തല്ലേ? പ്രാന്തല്ലേ? നീ വിഷമിക്കണ്ട. അയ്യോ, ഞാനിത് പ്രതീക്ഷിച്ചതാ. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. എടാ, നീ ഇങ്ങനെ കരയില്ലേ? നീ ശ്രമിച്ചില്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ. നീ വിഷമിക്കല്ലേ? ഇനി സോനു കരയില്ല. മാളൊരു വാക്ക് പറഞ്ഞ സോനിന് കരയാൻ പറ്റൂ? അയ്യേ, നീ എന്തോ ഒലിപ്പിക്കലാടാ. ഇതിലും നല്ല നീ കരഞ്ഞോണ്ടിരിക്കുന്നതാ. ക്രിഞ്ച്. മതിയാക്ക്. അല്ലെങ്കിൽ നല്ലത് കണ്ടാ നല്ലതെന്ന് തന്നെ പറയണം. ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇനി സോനു അതേ പിടിച്ച് തൂങ്ങാനൊന്നുമില്ല. നിർത്ത്. നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. ഈ ആലിസ് മാഡത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വിമുക്തി നേടാം എന്നത് ആലോചിക്കും. ഈ പോക്ക് പോവാണെങ്കിൽ ഇതിന്നൊരു വിമുക്തി കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ തോറ്റെടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കിവിടെ സമാധാനത്തോടു കൂടി ജോലി ചെയ്യണം. എപ്പോഴും അവിടെ വായിരിക്കുന്ന കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പേഴ്സണൽ സെക്രട്ടറി ഇങ്ങോട്ട് കൊണ്ടുപോകാം.
ഡേ നീ അങ്ങ് നിർത്ത്. കുറെ നേരമായിട്ട് കൈ ഊക്കിക്കൊണ്ടിരിക്കുക. വല്ല പറ്റണ പണി എന്ന് ചെയ്താ പോരെ. മാളു ഇങ്ങനെ അപമാനിക്കല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കയ്യിലൊരു അറ്റകൈ പ്രയോഗമുണ്ട്. ഞാൻ മാഡത്തിനോട് പോയി പറയുന്നതിന് മുമ്പ് അത് ഇത് ചെയ്താൽ മതിയായിരുന്നു. എന്ത്? ഞാൻ ഡയറക്റ്റ് ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചിട്ടേ ആലിസ് മാഡത്തിന് അച്ഛനോട് സംസാരിച്ചാൽ മതിയായിരുന്നു. സംസാരിച്ച എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് നടക്കുന്ന ശുഭപ്രതീക്ഷ വെക്കാൻ നമുക്ക്. എടാ വയ്യാത്തവനെ, എന്തെങ്കിലും മലമറിക്കുന്ന ഐഡിയ എന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അവന്റെ ഒരു ശുഭപ്രതീക്ഷ. നാളുവേ ഇവൻ പറഞ്ഞത് തള്ളിക്കളയാൻ വരട്ടെ. ഇവൻ പറഞ്ഞത് ഒരു പൊട്ടത്തരാണെങ്കിലും അതിനുള്ളിലുള്ള ഒരു ഐഡിയ അത് നമുക്ക് വേറെ രീതി പ്രയോഗിക്കാൻ പറ്റും. എങ്ങനെ? അല്പം ബുദ്ധിയുള്ള ഒരാളും മാഡത്തിന്റെ അച്ഛനോട് നേരിട്ട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് ആ തള്ള അറിയും, എങ്ങനെയെങ്കിലും അറിയും. പുള്ളിക്കാരത്ത് എങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ നമ്മളിവിടെ ഒരു കുഴി വെച്ച് സ്വയം അങ്ങ് മൂടിയാൽ മതി. പകരം നമ്മുടെ ഹെഡ് ഓഫീസിലുള്ള രാഹുലില്ലേ, അവൻ എന്നോട് പണ്ടേറെ ഇളക്കം ഉണ്ട്. അവനാണ് ഈ മാഡത്തിന്റെ അച്ഛന്റെ കണ്ണിലുണ്ണി. അവനൊന്നും നന്നായിട്ട് സോപ്പിട്ട അവൻ അവിടെ നിന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്ത് ഇങ്ങോട്ടേക്ക് ഒരു ഹയറിംഗ് നടത്തും. പുള്ളിക്കാരത്തി ആണെങ്കിൽ അതൊരിക്കലും തടയാനും പോകുന്നില്ല. പിന്നെ നമ്മളാണിത് ചെയ്തതെന്ന് പുള്ളിക്കാരത്തി ഒരിക്കലും അറിയാനും പോകുന്നില്ല. എങ്ങനെയുണ്ട്? എടി മോളെ, ഈ ഐഡിയ പൊളിച്ചു. ഇത് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. ഇതിനു വേണ്ടി ഇനി സമയം കളയണ്ട, നീ ഇപ്പൊ തന്നെ വിളിച്ചോ. അല്ല സാറെ? എന്നാലേ ഞാൻ കയ്യോടെ പോയി വിളിച്ചിട്ട് വരാം. ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഐഡിയ കിട്ടിയത്. അപ്പൊ എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടണം മാളു. നേരത്തെ മാള് പറഞ്ഞ എനിക്ക് കുറച്ച് ഫീൽ ആയിട്ടോ. അതിനോ ഞാൻ നേരത്തെ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അല്ലെങ്കിൽ കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. അപ്പിന്നൊന്നും ഇങ്ങനെ പരിഗണിക്കായിരുന്നു. താല്പര്യമില്ല. മാളു താനൊരു വലിയ സംഭവം സമ്മതിച്ചു. ഇനി എന്തെങ്കിലും വേറെ ഉണ്ടോ? എന്റെ വാക്ചാതുര്യത്തിൽ വിളിക്കുന്നത് കുറച്ചധികം കഷ്ടമായിരിക്കും. അല്പം റൊമാൻറ്റിക് ലുക്സ് പരീക്ഷിക്കാൻ പറ്റിയ സമയം. അത് തന്നെയാണ് ഇനിയുള്ള ഏക വഴിയും. സംഗതി ഏറ്റു. കണ്ണുകളെടുക്കാതെ മഴയില് നോക്കുന്നു. ഈ നോട്ടത്തിന് എത്ര ശക്തി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമകളൊക്കെ കാണിക്കുന്ന പോലെ നോട്ടത്തിലൊക്കെ കാര്യമുണ്ട്. ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് മോശമായി പോയോ? ഞാനതെന്റെ ഉദ്ദേശിച്ചത് കുറച്ച് കൂടി പോയി. ഞാൻ നോക്കി നോട്ട് അത്രയ്ക്ക് മോശമായിരുന്നോ? മോശമായിരുന്നു. അതിപ്പോ ഞാനായിട്ട് നിങ്ങൾ അടിച്ചില്ല, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ പഠിച്ചിട്ട് കാര്യം കുഴപ്പമില്ല. താങ്ക് യു. സൂര്യൻ എന്തായി? വിളിച്ചു. അവനാണെങ്കിൽ ഫോൺ എടുത്ത് ഉടനെ ഒടുക്കത്ത് ഒലിപ്പിക്കലും. കിട്ടിയ അവസരത്തിൽ ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അവന്റെ ഒരു ശത്രുവിനെ അടിച്ച് പുറത്തു കളയാൻ വേണ്ടി. ഈഗോ ക്ലാഷ് ആണ്. അവനേക്കാൾ പണിയെടുക്കുന്ന ഒരുത്തൻ ആ ഓഫീസിലുണ്ട്. അത് ഈ രാഹുലിന് അത്ര വിടിയൊന്നുമല്ല. അതുകൊണ്ട് അവൻ നേരിട്ട് മുതലാളിയോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാനൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ ഓടിപ്പോയി മുതലാളിയോട് പറയാൻ പറഞ്ഞു. അങ്ങനാണ് ഇന്ന് എന്തായാലും കാര്യം നടക്കും. അടിച്ചു മോനെ അടിച്ചു ബമ്പറ്. നാളെ തന്നെ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. നാളെ തന്നെയോ? അതായത് ഇത്രയും നാള് നമ്മൾ കേട്ടോണ്ടിരുന്ന ചീത്ത വിളി കേൾക്കാൻ ഒരുത്തൻ വരുന്നു.